ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമയുടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധികയുടെയായി വരും, നീ ഒന്ന് മൂളിയാൽ എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വിവാഹ മണ്ഡപത്തിൽ എന്ന് നടന്നത് താൻ ചെയ്ത തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ആർക്കൊക്കെയോ അവിടെ നടന്ന സകല കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനു മറച്ചു വെക്കണമെന്നും പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ അച്ഛൻ്റെ കാല് പിടിച്ചു കരഞ്ഞു. അച്ഛനും നിർത്താതെ കരഞ്ഞു. എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്ന് പറയാണ് രാധിക. ആ സമയം മുത്തശ്ശി ഇവരെ അറിയാതെ ഇവർ സംസാരിക്കുന്നത് യശോദയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛനെ ഇങ്ങനെ വേദനിപ്പിച്ച 10 ജന്മം കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടില്ല. അച്ഛനല്ല, എനിക്ക് ദൈവം തന്നെയാണെന്ന് പറയുന്നുണ്ട് രാധിക. ഇത് കണ്ട് ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ മുത്തശ്ശിയെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് യശോദ. ഇപ്പൊ തന്നെ അവളോട് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ, എന്നിട്ട് എന്താണമ്മേ സംഭവിക്കുക? എനിക്കും അമ്മയ്ക്കും ഒക്കെ ഇതറിയാമെന്ന് വരുണിന് മനസ്സിലാവില്ലേ? അപ്പൊ പിന്നെ പ്രിയങ്ക മോളെ ഉപേക്ഷിക്കാൻ അവന് എളുപ്പമല്ലേ എന്ന് യശോദ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ അമ്മയെന്നും പറയുന്നുണ്ട് യശോദ. നീ പറഞ്ഞത് ശരിയായ യശോദയെ, പക്ഷെ അവളെ എങ്ങനെ വിട്ടുകൂടാ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ആ സമയം വരുണിപ്പോ പോ, ഞാൻ നാളെ പകൽ ക്ഷേത്രത്തിന്റെ അടുത്ത് വരാമെന്ന് രാധിക പറയുന്നുണ്ട്. താൻ വരില്ല, ഇതിപ്പോ എന്നെ ഒഴിവാക്കാനായിട്ട് പറയുന്നതാണെന്ന് പറയുന്നുണ്ട് വരുൺ. വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മയോ മുത്തശ്ശിയോ അച്ഛനോ ഈ കാഴ്ച കണ്ടാൽ, നമ്മൾ തമ്മിലുള്ള സംസാരം കേട്ടാൽ പിന്നെ രാധിക ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ഹേയ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് സംസാരിക്കണം, തന്റെ തീരുമാനം അറിയണം എന്ന് പറയുന്നുണ്ട് വരുൺ രാധികയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്. നാളെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ കവളി പിടിച്ച് ശരിയെന്ന് പറഞ്ഞ വരുൺ അങ്ങ് പോകുന്നുണ്ട്. രാധികയെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. ആ സമയം രാധികയും അവിടെ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി പരിഭ്രമത്തോടെ വീട്ടിനകത്ത് വന്ന് കതകടയ്ക്കുന്നുണ്ട്. എന്നിട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് കത്തിച്ച് ദേഷ്യഭാവത്തോടെ യശോദയും മുത്തശ്ശിയും വന്ന് നിൽക്കുന്നത് രാധിക കാണുന്നുണ്ട്. യശോദ ദേഷ്യത്തോടെ രാധികയുടെ കരണത്തിനിട്ട് അടിക്കുന്നുണ്ട്. ഇറങ്ങി പോകായിരുന്നില്ലേ നിനക്ക്? നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട് യശോദ. ഇവള് വിളിച്ചു വരുത്തിയതാണെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അല്ലെന്ന് പറയുന്നുണ്ട് രാധിക. പെട്ടെന്ന് മിണ്ടിപ്പോകരുത്. കഴിഞ്ഞ കുറച്ചു ദിവസത്തിനുള്ളിൽ നീ എന്തൊക്കെയാ ചെയ്തതെന്ന് ഒന്ന് കണക്കൂട്ടി നോക്ക്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ നീ ഇതുവരെ. ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നുണ്ട്. നാറ്റുവാശ്ശേരിയുടെ അന്തസ്സ് ഇല്ലാതാക്കാനെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പെട്ടെന്ന് യശോദയെന്നുള്ള ദേവനാരായണന്റെ വിളിയേക്കുന്നുണ്ട് അവർ. ദേവനാരായണൻ എന്താണ് ഇവിടെ, എന്താ കാര്യം എന്ന് യശോദയുടെ മുത്തശ്ശിയോടും വന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പരിങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയം രാധികയെ ചൂണ്ടി, ഇവള് നോക്കണം എന്ന് ഞാൻ യശോദയോട് പറഞ്ഞിരുന്നു. ഇവളുടെ മനസ്സ് വല്ലാതിരിക്കുകയല്ലേ. മുറിയിൽ കണ്ടില്ല, പുറത്തു പോയി നോക്കിയപ്പോൾ അവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. എല്ലാ അബദ്ധവും ചെയ്തെങ്കിലോ എന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വല്ല അബദ്ധവും ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പെട്ടെന്ന് ദേവനാരായണൻ, എന്താ മോളെ ഇത്, പോയി ഒന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് രാധികയോട്. നിങ്ങൾ പോയി കിടന്നോ യശോദ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദേവനാരായണൻ മുത്തശ്ശിയെ നോക്കുന്നുണ്ട്. ആ സമയം തല്ലാനും കൊല്ലാനും ഒന്നും അല്ല, പറഞ്ഞു മനസ്സിലാക്കാനെന്നാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. യശോദയും ദേവനാരായണനും അങ്ങ് പോയപ്പോൾ, കള്ളം പറഞ്ഞതേ നിന്നെ രക്ഷിക്കാനൊന്നും അല്ല, എൻ്റെ മകനൊന്നും സംഭവിക്കാതിരിക്കാനാണെന്ന് പറയുന്നുണ്ട്. ആറ്റുവാശ്ശേരി കുടുംബവുമായി ഇനി നിനക്ക് ഒരു ബന്ധവുമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കാണരുതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അല്പമെങ്കിലും ദയവ് ആ കയറിപ്പോയതിനോടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പൂടിയെന്നും പറയുന്നുണ്ട്. പിന്നീട് രാധിക യശോദ തല്ലിയ കാര്യവും മുത്തശ്ശി പറഞ്ഞ കാര്യവും ഓർക്കുന്നുണ്ട്. മുത്തശ്ശി ഈ വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞ കാര്യവും ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് കരയുന്നുണ്ട് രാധിക. പെട്ടെന്ന് തന്നെ ഒരു ബാഗ് എടുത്ത് തുണി കുത്തി നിറച്ച് സങ്കടപ്പെട്ട് ദേവനാരായണന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ദേവനാരായണന്റെ കാൽ തൊട്ട് നെറ്റിയിൽ വെച്ച് സങ്കടത്തോടെ, ഞാൻ കാരണം ആരുടെയും ജീവിതം ഇല്ലാതായി പോകരുത്. പ്രിയങ്കയുടെ ജീവിതം നന്നായി പോകണം. ഞാൻ ഇറങ്ങാന്ന് ചിന്തിച്ച് യശോദയുടെയും ദേവനാരായണന്റെയും കാൽ തൊട്ട് തൊഴുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി പോകുകയാണ് രാധിക. വന്നപ്പോൾ യാതൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, പോകുമ്പോൾ ഒന്നും കൊണ്ട് പോകുന്നില്ല എന്നും ചിന്തിച്ചിട്ട് ആ ബാഗ് അവിടെ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഭഗവാനെ തൊഴുതിട്ട്, ഭഗവാനെ, ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഇടം, ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവരും എല്ലാവരെയും വിട്ട് ഞാൻ പോവുകയാണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഈ നടയിലേക്ക് എനിക്കൊരു തിരിച്ചു വരവുണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. ചെയ്തത് തെറ്റായി പോയെങ്കിൽ അടിയനെ ശിക്ഷിക്കാനും പറയുമ്പോൾ ഹേ എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട് അവിടെ നിന്ന്. പെട്ടെന്ന് അവിടേക്കും ഇവിടേക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് രാധിക. നോക്കിയിട്ട് ആരെയും കാണുന്നുമില്ല കേട്ടോ. ഇത് എങ്ങോട്ടായി നോക്കുന്നതെന്ന് ഹേ എന്ന് പറഞ്ഞത് കേട്ട് നോക്കിയപ്പോൾ ശ്രീകോവിലിന്റെ അവിടേക്ക് നോക്കുന്നുണ്ട് കേട്ടോ രാധിക. ആ സമയം സാക്ഷാൽ ഭഗവാൻ അവിടെ നിൽക്കുന്ന രാധിക കാണുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ ഒന്നും ഉപേക്ഷിക്കാനും ഈ നടയിൽ നിന്ന് പോകാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. പിന്നെന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. വേറൊരു ഭാഗത്ത് നിന്ന് തെറ്റിദ്ധാരണ അല്ലേ എല്ലാം, അത് നീങ്ങുവാൻ സമയം ആവശ്യമല്ലേ, തിടുക്കം അബദ്ധത്തിലെ ചെന്ന് കലാശിക്കുമെന്ന് ഭഗവാൻ പറയുമ്പോൾ, പക്ഷെ വയ്യ, കൃപ കാണിക്കണം, എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചു കൊണ്ടെന്ന് രാധിക പറയുന്നുണ്ട്. ഏത് ജന്മത്തിലും ചില ദുർഘടമായ യാത്രകളുണ്ട്, അത് താങ്ങാതെ നിവൃത്തിയില്ല. അത്തരം പാതകളിലൂടെ നാം തന്നെ കടന്നു പോയിട്ടുണ്ടല്ലോ, അറിഞ്ഞുകൂടെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്.
ഭഗവാൻ പ്രപഞ്ചനാഥനാണ്. എതിരെ വന്നതെല്ലാം അങ്ങയുടെ ശിരസിന് മീതെ പുഷ്പങ്ങളായിട്ട് വീഴും. കേവല മനുഷ്യകുലത്തിൽപ്പെട്ട എനിക്ക് അങ്ങനെയല്ലല്ലോ എന്ന് രാധിക പറയുന്നുണ്ട്. അതെ, ആര് പറഞ്ഞു? ശുദ്ധമായ പ്രവൃത്തിയും നല്ല മനസ്സും ഒരാളുടെ ദൈവികമായ ലക്ഷണം തന്നെയാണ്. കുറച്ചുകാലം കാർമേഘത്തിന് താഴെ ആയാൽ പോലും ആ നന്മയും ശുദ്ധിയും തിളങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ പരീക്ഷിക്കുകയാണ് കൃഷ്ണ. കാഴ്ചകൾ ഒരുപാടുണ്ട്, അതിലൊന്നും വീണു പോകാതിരിക്കുക. നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ ഭഗവാൻ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് രാധിക തലചുറ്റി അവിടെ വീഴുന്നുണ്ട് കേട്ടോ. വീട്ടിൽ യശോദ രാധികയെ വിളിക്കുന്നുണ്ട് രാവിലെ. വീടിന് പുറത്തുമൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയോട് ചെന്ന രാധികയെ കാണാനില്ലെന്നും പുറത്തുമില്ല, അവൾ എവിടെ പോയിരിക്കുകയായിരിക്കും എന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. യശോദയോട് ദേവനാരായണനോട് ഇപ്പൊ ഒന്നും പറയണ്ടെന്നും ദേവൻ അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ദേവനാരായണ മോൾ എവിടെയെന്നും അവളെയാണല്ലോ കണി കാണാറുള്ളതെന്നും പറയുന്നുണ്ട് യശോദയോട്. അവൾ എഴുന്നേറ്റിട്ടില്ല, ഇന്നലെ വൈകിയാ കിടന്നേന്ന് പറയുന്നുണ്ട് യശോദ. എന്നാലും കാണാതെ പോകാൻ മനസ്സ് വരുന്നില്ല. ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ദേവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നുണ്ട് മുത്തശ്ശി. സമയം തെറ്റിക്കണ്ട, നീ ചെല്ല്. വിളിച്ചു ഉണർത്തിയാലും കരച്ചിൽ തന്നെ ആയിരിക്കൂലോ. രാവിലെ തന്നെ വിഷമവും ഉണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഉണരുമ്പോൾ അവളെ ആരും ഒന്നും പറയണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവനാരായണൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് കരച്ചിലോടെ എൻ്റെ മോൾ അമ്മയെന്ന് യശോദ പറയുമ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞ് ആ ബാഗ് കണ്ടിട്ട് അതെന്താടി എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ.